ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളാരും ഈ ചോദ്യം കുറച്ചു നാളുകളായി കേരള രാഷ്ട്രീയത്തിലുണ്ട്, കോൺഗ്രസിന്റെ മുന്നിലുമുണ്ട്. സിറ്റിംഗ് എംപിമാരെല്ലാവരും മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. അതിൽ വലിയ മാറ്റമുണ്ടാകില്ല എന്ന്. എന്നാൽ സുനിൽ കനോഗുവിന്റെ റിപ്പോർട്ടുണ്ട് കോൺഗ്രസിന്റെ മുന്നിൽ. ചില മണ്ഡലങ്ങളിൽ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് എംപിമാർ മത്സരിച്ചാൽ തോക്കും. അങ്ങനെ വരുന്ന മണ്ഡലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം, അതല്ലെങ്കിൽ പുതിയ ആളുകളെ കണ്ടെത്തണം എന്ന് കൃത്യമായും പറയുന്നുണ്ട് സുനിൽ കനോഗുലുവിന്റെ റിപ്പോർട്ടിൽ. KPCCയുടെ നിർവാഹക സമിതി യോഗത്തിൽ നേരിട്ട് പങ്കെടുത്ത് സുനിൽ കനോഗുലു റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു എംപിമാരുടെ പെർഫോമൻസിനെ കുറിച്ച്. അതനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു മാറ്റവുമില്ല. ഒരേ ഒരു സീറ്റ്, അത് ആലപ്പുഴ സീറ്റ്. ആ ആലപ്പുഴ സീറ്റിൽ ആര് മത്സരിക്കണം എന്ന് മാത്രമേ തീരുമാനിക്കാനുള്ളൂ. അതിനാവശ്യമായ സാമുദായിക സന്തുലനാവസ്ഥ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആര് എന്ന ചോദ്യം മാത്രമേ ഉയരുന്നുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ സിറ്റിംഗ് എംപിമാർ എല്ലാവരും മത്സരിക്കും, ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവസാന പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നതേയുള്ളൂ. നിർണായകമായ മാറ്റങ്ങളുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല. അതിൽ ഏറ്റവും നിർണായക മാറ്റം തൃശ്ശൂരിലേക്ക് K മുരളീധരൻ വരുന്നു എന്നാണ്. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് K മുരളീധരൻ വരുന്നു എന്നതാണ് സുപ്രധാനമായ മാറ്റം. എന്തുകൊണ്ട് വടകരയിൽ നിന്ന് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ വടകരയിൽ ആരാണ് മത്സരിക്കുന്നത്? ഷാഫി പറമ്പിൽ. പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന സുപ്രധാന മാറ്റവുമുണ്ട് ഈ പട്ടികയിൽ. അതോടൊപ്പം തന്നെ TN പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ല. ഒരേ ഒരു സിറ്റിംഗ് MP മാറി നിൽക്കുന്ന, മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരേ ഒരു സിറ്റിംഗ് MP അത് TN പ്രതാപനാണ്. തൃശ്ശൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ TN പ്രതാപൻ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് അടുത്ത നിയമസഭയിലേക്കാണ് നോട്ടം. അതുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ MPമാരിൽ ഒരാളാണ് TN പ്രതാപൻ, മറ്റൊരാളാണ് K മുരളീധരൻ, അതേപോലെ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്. ഇങ്ങനെ പ്രമുഖരായ നേതാക്കളെല്ലാം മത്സരിക്കാൻ തയ്യാറല്ല എന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പുതിയ ആളുകളെ കണ്ടെത്തണം എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. ഒരു സ്ഥാനത്ത് കയറിയാൽ ഒരിക്കൽ MLA ആയാൽ മരിക്കുന്നതുവരെ MLA, ഒരിക്കൽ MP ആയാൽ തോൽക്കുന്നതുവരെ, അല്ലെങ്കിൽ മരിക്കുന്നതുവരെ MP. ഇതാണ് കോൺഗ്രസിലെ പതിവ് രീതി. എന്നാൽ ഇത്തവണ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിന്റെ പിറകിൽ ഒരു കാര്യമുണ്ട്. തോറ്റുപോകും എന്ന ഭയം തന്നെയാണ്. തോറ്റുപോയാൽ അടുത്ത നിയമസഭയിലേക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടില്ല. തോറ്റ MPക്ക് വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ തോറ്റാൽ നിയമസഭയും ഇല്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തോൽക്കാതിരിക്കണം. അതിന് വേണ്ടത് മാറി നിൽക്കുക എന്നതാണ്. എന്നാൽ MPമാരുടെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. TN പ്രതാപന് മാത്രമാണ് മാറി നിൽക്കാനുള്ള അനുവാദം നൽകിയത്. അവിടേക്ക് വരുന്നത് K മുരളീധരനാണ്. എന്തുകൊണ്ട് K മുരളീധരൻ വടകരയിലേക്ക് വരുന്നു എന്ന ചോദ്യം അത് മറ്റൊരു വീഡിയോ ആണ്, അത് പിന്നീട് ചെയ്യാം. പട്ടികയിലുള്ള മറ്റൊരു സുപ്രധാനമായ മാറ്റം അത് ആലപ്പുഴയെ സംബന്ധിച്ചാണ്. ആലപ്പുഴയിൽ ആര് മത്സരിക്കും എന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു. KC വേണുഗോപാൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു. മത്സരിക്കാൻ തയ്യാറല്ല എന്നാണ് ആദ്യം KC വേണുഗോപാൽ പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതൃത്വ തലത്തിൽ നിന്ന് തിരക്ക് പിടിച്ച ജോലിയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് മത്സരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരുന്നത് KC വേണുഗോപാൽ. എന്നാൽ KC വേണുഗോപാൽ ഇപ്പോൾ മനസ്സ് മാറ്റിയിട്ടുണ്ട്, മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കും. KC വേണുഗോപാൽ മത്സരിച്ചാൽ മാത്രമേ ആലപ്പുഴയിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതനുസരിച്ച് KC വേണുഗോപാൽ മത്സരിക്കുന്നുണ്ട്. KC വേണുഗോപാലിന്റെ മനസ്സിൽ ആലപ്പുഴ അന്നേ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ പരിപാടികൾക്കും കേരളത്തിൽ വന്നാൽ അപ്പോൾ ആലപ്പുഴയിൽ പോവുകയും ആലപ്പുഴയിലെ ഒരു പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തലയാണ് പരസ്യമായി തന്നെ. അത്തരം ചർച്ചകളൊക്കെ നടത്തി ഇതാ KC വേണുഗോപാൽ വരുമോ ഇല്ലയോ എന്ന ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന നിലയിൽ KC വേണുഗോപാൽ ഇറങ്ങി വരും. ഇതായിരുന്നു തന്ത്രം. പക്ഷേ നേരത്തെ തന്നെ ഏകദേശ ധാരണയുണ്ടായിരുന്നു KC വേണുഗോപാൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന്. മറ്റൊരു സുപ്രധാനമായ നീക്കം നടത്തിയത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കും. എന്തിന് കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുന്നു? മത്സരിക്കാൻ താല്പര്യമില്ല എന്നും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാമെന്നുമാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ KPCC നേതൃത്വം, പ്രത്യേകിച്ച് VD സതീശൻ വിഭാഗം അതിന് താല്പര്യപ്പെട്ടിട്ടേയില്ല. എങ്ങനെയെങ്കിലും K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണം എന്ന ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് VD സതീശനും കൂട്ടരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു കോൺഗ്രസിന്റെ ഒരു വിഭാഗം. അത് നടപ്പാക്കി കഴിഞ്ഞു. ആര് തോൽക്കും ആര് ജയിക്കും എന്നത് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാണ് K സുധാകരന്റെ ആഗ്രഹം. എന്നാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റണം, അതിന് അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കണം.
അതാണ് BD സതീശൻ വിഭാഗത്തിന്റെ നീക്കം. ഇതിൽ ആര് ജയിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ, ഏറ്റവും അവസാന നിമിഷം വരെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിന്നിരുന്നു. പക്ഷേ നിർബന്ധിച്ച് അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കുകയാണ്. MP ജയരാജൻ എന്ന് പറയുന്ന CPIM-ന്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ആ ശക്തനെ തോൽപ്പിക്കാൻ കെ സുധാകരൻ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണൂരിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്. ഏതായാലും അതിനു പിറകിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുക എന്നതാണ്. അതിൽ BD സതീശൻ വിജയിച്ചിരിക്കുന്നു. മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നല്ലേ? കാസർഗോഡ് മത്സരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, മാവേലിക്കരയിൽ കൊടിക്കുന്ന് സുരേഷ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK രാഘവൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നീ സിറ്റിംഗ് MP-മാരും മത്സര രംഗത്തുണ്ടാകും. അതോടുകൂടി ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. UDF-ന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും എന്ന് സംബന്ധിച്ച് ഒന്നുകൂടി വായിക്കാം. അതിങ്ങനെയാണ്: തിരുവനന്തപുരത്ത് ശശി തരൂർ, യാതൊരു മാറ്റവുമില്ല, അദ്ദേഹം ഇതിനകം തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെയാണ്, മാറ്റമില്ല. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മത്സരിച്ചാൽ തോക്കുമെന്ന് സുനിൽ കനോഗുലുവിന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് തള്ളിയാണ് ആന്റോ ആന്റണിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നത്. മാവേലിക്കരയിൽ കൊടിക്കുന്ന് സുരേഷ് തന്നെയാണ്, മാറണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്, ഇനി മത്സരിക്കാനില്ല എന്ന് പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ മാവേലിക്കരയിൽ കൊടിക്കുന്ന് സുരേഷിനെ തന്നെ മത്സരിപ്പിച്ച് കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശല്യം ഒഴിവാക്കുക, നേരെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന BD സതീശൻ തന്ത്രം അവിടെ വിജയിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഹൈബി ഈഡൻ തന്നെയാണ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK രാഘവൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂരിൽ കെ സുധാകരൻ, വടകരയിൽ ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കെ മുരളീധരന്റെ മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് എന്നത് മറ്റൊരു ചോദ്യമാണ്. ഏതായാലും അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. അതോടുകൂടി UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. ആരൊക്കെ? മലപ്പുറത്ത് 2 ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ, പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി. പിന്നീടുള്ള ഒരു ഘടകകക്ഷി RSP-യാണ്. RSP-യുടെ സീറ്റ് കൊല്ലത്താണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നു. അതോടൊപ്പം കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അവിടെ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു. എന്ന് വെച്ചാൽ കളം തെളിയുകയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥികളായി LDF-ന്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയിട്ടുണ്ട്. അവർ 1ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നതേയുള്ളൂ. 1ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ഇനി 8 സീറ്റിൽ ആരൊക്കെയാണ് എന്നത് മാത്രമേ അറിയാനുള്ളൂ. അതോടുകൂടി ചിത്രം തെളിയും. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കും. ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും CPM-ഉം തമ്മിലാണ് മത്സരം. എന്ന് വെച്ചാൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. പ്രധാന മത്സരം ഒരു സംശയം വേണ്ട, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-ഉം UDF-ഉം തന്നെയാണ്. അത് തന്നെയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിത്രവും.